തൃശൂർ, പാലക്കാട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:55ഓടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലെ ഭൂചലനമുണ്ടായ കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി, തിരുമിറ്റക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വീണ്ടും പ്രകമ്പനമുണ്ടായത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശും തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുമുണ്ട്. നിഖിലിലേക്കാണ്. നിഖിൽ, ഈ രാവിലെ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പട്ടാമ്പി അടക്കമുള്ള മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് നമ്മുടെ ചില പ്രേക്ഷകരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. ജനം ഒരു ആശങ്കയിലായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഭൂചലനം ഉണ്ടായ സമാന മേഖലയിൽ തന്നെയാണ്, അതായത് അതിർത്തി പ്രദേശമായിട്ടുള്ള ഇടങ്ങളിലാണ് ഇന്നും ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചലനം എന്നാണ് ആ സമയത്ത് ഉണർന്നിരുന്ന ആളുകൾ പറയുന്നത്. ഏതാണ്ട് 3:55 10 സെക്കൻഡിൽ താഴെ മാത്രം നിലനിന്ന ഒരു ഭൂചലനം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്നലെ തിരുമിറ്റക്കോട് മേഖലയിൽ മാത്രമായിരുന്നു ഈ ചലനം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അല്പം കൂടി വ്യാപ്തിയിൽ, അതായത് കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് കുലുക്കം അനുഭവപ്പെട്ടത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇന്നലെയും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശങ്ങളിലാണ്, തീരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ തുടർച്ചയായ രണ്ടാം ദിവസവും ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇതുവരെ വന്നിട്ടില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരെത്തി വീട്ടുകാരുമായി സംസാരിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സമീപകാലത്തൊന്നും ഇങ്ങനെ ഈ മേഖലകളിൽ ഭൂചലനം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ആർക്കും തന്നെ ലഭ്യമല്ല. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ എവിടെ നിന്നും ലഭ്യമായിരുന്നില്ല. എന്തായാലും ഈ ജിയോളജി ആൻഡ് മൈനിങ് ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ വീടുകൾക്കോ മറ്റോ നാശനഷ്ടമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കൃഷ്ണ, ശരി. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ്. ഇനി തൃശ്ശൂരിൽ സൂരജ് സജി കൂടെയുണ്ട്. സൂരജ്, കഴിഞ്ഞ ദിവസവും ഇതേപോലെ ഭൂചലനം അനുഭവപ്പെടുന്നു. അതേ പ്രദേശങ്ങളിൽ തന്നെ ഇന്ന് രാവിലെയും വീണ്ടും ഭൂചലനം ഉണ്ടാകുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ഭൂചലനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഇന്ന് കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രത്യേകിച്ച് തൃശൂർ നഗരത്തിലടക്കം ഇന്ന് നേരിയ തോതിൽ ഈ ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 3:55 തൃശ്ശൂരിലും ഈ ഭൂചലനം അനുഭവപ്പെടുന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഈ നഗരത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതിന്റെ ആഘാതം കുറവായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ വേലൂർ, കുന്നംകുളം, എരുമപ്പെട്ടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം രൂക്ഷമായ രീതിയിൽ ഈ വലിയ ശബ്ദത്തോടു കൂടി പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഇതോടുകൂടി ഈ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകളടക്കം എഴുന്നേറ്റിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് പോയി. ഇന്നലെയും ഈ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഈ രാത്രി പുലർച്ചെ ഉണ്ടായ ഈ ഭൂചലനം വല്ലാതെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇന്നലെയെല്ലാം ഈ സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തിയിരുന്നു. കുന്നംകുളത്ത് 2 വീടുകൾക്ക് ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ജില്ലാ ഭരണകൂടം പറയുന്നത് ഇത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെയാണെങ്കിൽ ഈ 3.0 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനമാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടത്. അത് ഒരു തരത്തിലും അപകടകരമായ ഒരു ഭൂചലനമല്ല എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇന്നലെ തന്നെ ഈ തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ അർദ്ധരാത്രി ഈ സംഭവം ഉണ്ടായതുകൊണ്ട്, പ്രത്യേകിച്ച് പുലർച്ചെ ഈ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അത് മേഖലയിലുണ്ട്. എന്തായാലും ഇന്നും ഉദ്യോഗസ്ഥർ മേഖലയിൽ എത്തി ശക്തമായ പരിശോധനയും വിവരശേഖരണങ്ങളും അടക്കം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ശരി, എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.